നമുക്ക് നോക്കാം. ഇന്ത്യ ആഫ്രിക്ക ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പാണ്. ഇറ്റ്സ് അച്ചീവിംഗ് മ്യൂച്വൽ റെസ്പെക്ട്, കോ ഡെവലപ്മെൻറ്റ് ആൻഡ് ലോങ് ടൈം ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ 3 കീവേഡ്സാണ്: മ്യൂച്വൽ റെസ്പെക്റ്റ്, കോ ഡെവലപ്മെൻറ്റ് ആൻഡ് ലോങ് ടൈം ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ട്ണർഷിപ്പ്. എലാബറേറ്റ് ആണ്. അപ്പോൾ ഈ വേർഡിനെ നമ്മൾ എലാബറേറ്റ് ചെയ്യണം. എല്ലാ ആംഗിൾസും, ഈ 3 ആംഗിൾസ് പരിശോധിച്ച് ജസ്റ്റ് ആൻ ഇവാലുവേഷൻ, അതാണ് എലാബറേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 10 മാർക്കാണ്. മാത്രമല്ല PYQ ആണ് 25 അല്ലേ? ഓക്കെ, ഫൈൻ. ഇതിൽ എല്ലാ ആംഗിൾസും എല്ലാ ഏരിയാസും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറിങ് നല്ലതാണ്. ഒരുവിധം എല്ലാ പോയിൻറ്റ്സും വന്നിട്ടുണ്ട്. അത്യാവശ്യം കീവേഡ്സ് വന്നു, എക്സാമ്പിളുകൾ വന്നു, ഒട്ടുമിക്ക ആംഗിൾസും എഴുതിയിട്ടുണ്ട്. നല്ലൊരു ആൻസറാണ്. ഏകദേശം നല്ലൊരു മാർക്ക് ലഭിക്കുന്ന ഒരു ആൻസറാണിത്. പിന്നെ ഇതിൻ്റെ മാപ്പ് കൊണ്ടുവന്ന കൊള്ളാം. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് ഇന്ത്യ ആഫ്രിക്ക ഡിപ്ലോമസി ആണ് സൗത്ത് സൗത്ത് കോപ്പറേഷൻ. അതൊരു കീവേഡാണ്. ഗുഡ്, അത് വളരെ നല്ല അറ്റംപ്റ്റാണ്. സൗത്ത് സൗത്ത് കോപ്പറേഷൻ കൊണ്ടുവന്നത് നല്ലൊരു കീവേഡാണ്. ദെൻ ഡിജിറ്റൽ ഡിപ്ലോമസി പറഞ്ഞു, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു, ഗ്ലോബൽ ഡിപ്ലോമസി. ഓക്കെ, ഫൈൻ, ഗുഡ് വേർഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അറിയാമെങ്കിൽ വേണമെങ്കിൽ ആ ഒരു ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ഡേറ്റാസ് കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതായത് ഇന്ത്യ ആഫ്രിക്ക ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഇത്ര ബില്യണാണ്, അല്ലെങ്കിൽ ഇത്ര മില്യൺ ഉണ്ട്, അല്ലെങ്കിൽ റീസെൻ്റ് എന്തെങ്കിലും ലൈൻ ഓഫ് ക്രെഡിറ്റ് വല്ലതും കൊടുത്തിട്ടുണ്ടോ, ഇവരുടെ മേൽ പുതിയ ഡീൽസ് വല്ലതും വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കറണ്ടായിട്ട് എന്തെങ്കിലും ഡേറ്റാസ് കയ്യിലുണ്ടെങ്കിൽ കോട്ട് ചെയ്യാം. നിർബന്ധമില്ല, ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ എക്സാംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സാധനമാണ്. അല്ലാതെ നിർബന്ധമൊന്നുമില്ല. ഗുഡ് ഇൻട്രോ ആണ്, നല്ലതാണ്. ഞാൻ സൈഡിൽ ആ ഗ്രാഫ് വരച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുള്ള് വരയ്ക്കാൻ പറ്റില്ലെങ്കിലും ഇന്ത്യ ആഫ്രിക്ക അവിടെ നിന്ന് കാണിച്ചു. കൂടാണ് നല്ലൊരു ക്രിയേറ്റീവാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു മെത്തേഡാണത്. ഓക്കെ, അതിനുശേഷം ഇന്ത്യ ആഫ്രിക്ക ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് ഇൻ അച്ചീവിംഗ് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് കോ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ആദ്യം മ്യൂച്വൽ റെസ്പെക്റ്റും കോ ഡെവലപ്മെൻറ്റും പറഞ്ഞു, അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ട്ണർഷിപ്പ് പറഞ്ഞു. ഓക്കെ, ഫൈൻ, നല്ലൊരു സ്ട്രക്ചറിങ് ആണത്. ആദ്യം മ്യൂച്വൽ റെസ്പെക്റ്റും കോ ഡെവലപ്മെൻറ്റും, അതിനകത്ത് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് എന്നൊക്കെ ഒരു കീവേഡാണ്. ഓക്കെ, UPI. ഓക്കെ, നമീബിയയിൽ റീസെൻറ്റ് നമീബിയയും ഖാനയും. ഓക്കെ, ഫൈൻ. ഇനി എഡ്യൂക്കേഷൻ കോർപ്പറേഷൻ പറഞ്ഞു, IIT മദ്രാസ് സാൻസിബാറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് കറണ്ട് അഫെയർ ആണ്. ഓക്കെ, ഫൈൻ, ഗുഡ് എക്സാമ്പിളാണ്. ദെൻ ടെലി എഡ്യൂക്കേഷൻ, ടെലിമെഡിസിനും പറഞ്ഞു. അതിൽ പാൻ ആഫ്രിക്കൻ നെറ്റ്വർക്ക്സ്, വിദ്യാ ഭാരതി. ഓക്കെ, ഫൈൻ, വിദ്യാ ഭാരത് നല്ലൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഗുഡ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ്. ഓക്കെ, അതിനകത്ത് സ്മാർട്ട് സാമ്പിൾ ഇനിഷ്യേറ്റീവിനെ പറ്റി പറഞ്ഞു. ഓക്കെ, കൊള്ളാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് നല്ലൊരു കീവേഡാണ്. ദെൻ കപ്പാസിറ്റി ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഐടെക് പ്രോഗ്രാം. ഓക്കെ, ഐടെക് പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ഏരിയാസാണെന്ന് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഐടെക്കിൻ്റെ അണ്ടറിൽ സ്റ്റുഡൻസിന് കപ്പാസിറ്റി ബിൽഡിംഗ് കൊടുക്കുന്നത് സൈബർ സെക്യൂരിറ്റി, അതേപോലെ തന്നെ ഡിജിറ്റൽ ഗവേണൻസ്, ഗവേണൻസ് തുടങ്ങിയ ഏരിയാസിൽ ഐടെക്കിൻ്റെ അണ്ടറിൽ ആഫ്രിക്കയ്ക്ക് മാത്രമല്ല ഒരുപാട് ഡെവലപ്പിംഗ് നേഷൻസ്, എസ്പെഷ്യലി സൗത്ത് അമേരിക്കൻ കൺട്രീസ് ലൈക്ക് ബ്രസീൽ, അതേപോലെ തന്നെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ, ഏഷ്യയിലെ തന്നെ ചില ദരിദ്ര ബിലോ ആവറേജിലുള്ള, അതായത് ഡെവലപ്പിംഗ് നേഷൻസുമായിട്ടൊക്കെ ഇന്ത്യ ഐടെക് പ്ലാറ്റ്ഫോം വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഐടെക് പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ കപ്പാസിറ്റി ബിൽഡിംഗ് പറഞ്ഞുവല്ലോ, വേണമെങ്കിൽ ഏതൊക്കെ ഏരിയാസാണ് മെൻഷൻ ചെയ്യാമായിരുന്നു. ഫോർ എക്സാമ്പിൾ സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഗവേണൻസ്, ഗവേണൻസ് തുടങ്ങിയ ഏരിയാസ്. അതേപോലെ തന്നെ ഷെയറിംഗ് ദ ഞാൻ അവിടെ ഒരു പോയിന്റ് എഴുതി ചേർത്തിട്ടുണ്ട്. അത് ഷെയറിംഗ് സ്കേലബിൾ ഇന്ത്യ സ്റ്റാക്ക് മോഡൽ. അത് ഇന്ത്യയുടെ സ്റ്റാക്ക് മോഡൽ എന്ന് പറയുന്ന നമ്മുടെ ആധാർ, കോവിൻ പ്ലാറ്റ്ഫോം, ഇതൊക്കെ ഇന്ത്യയുടെ ഒരു ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത്. വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അതാണ് എടുത്ത് വായിച്ചത്. ആധാർ, കോവിൻ തുടങ്ങിയ ഏരിയാസൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് ഒരു ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യ അവതരിപ്പിച്ച മോഡൽസാണ്. ഇന്ത്യ സ്റ്റാക്ക് മോഡൽ എന്ന് പറയും. ഇങ്ങനെയുള്ള കുറേ മോഡൽസ് ആഫ്രിക്ക അവരുടെ പുതിയ ആഫ്രിക്കൻ യൂണിയൻ്റെ പുതിയ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 10-year പ്രോഗ്രാമുണ്ട് അവിടെ. 2030 എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് വേണമെങ്കിൽ ഇന്ത്യ സ്റ്റാക്ക് മോഡൽ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പോയിന്റ് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിനുശേഷം ലോങ് ടേം ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ട്ണർഷിപ്പ് പറഞ്ഞു. അതിനകത്ത് IAFSൻ്റെ കാര്യം പറഞ്ഞു, ഇൻക്ലൂസീവ് ഗ്രോത്തിൻ്റെ കാര്യം പറഞ്ഞു, ആഫ്രിക്കയ്ക്ക് പെർമനൻറ്റ് മെമ്പർഷിപ്പ് G20 വന്ന കാര്യം പറഞ്ഞു, ഗുഡ്. മെഡിക്കൽ ടൂറിസം പറഞ്ഞു. പക്ഷേ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. സ്ഥലം വേണമെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചലഞ്ചസ് കൂടെ മെൻഷൻ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ 2 ഫോർവേഡ് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ഹോളിസ്റ്റിക് ആവും. ഇതൊരു 15 മാർക്കല്ല, എന്നാലും ചില ടോപ്പേഴ്സ് സ്ഥലം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചോദിക്കാത്ത ക്വസ്റ്റൻസിൽ പോലും ചലഞ്ചസും ഫോർവേഡ് എഴുതാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹോളിസ്റ്റിക് ആവും. പക്ഷേ കുറച്ചുകൂടെ പ്രാക്ടീസ് വേണം. ഇതിലാണ് കുറഞ്ഞ 7 മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. 7 മിനിറ്റ് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കീപ് റൈറ്റിംഗ്, എഴുതിക്കൊണ്ടിരുന്നാൽ മാത്രമേ ആ ഒരു നിലയിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ചലഞ്ചസിനെ പറ്റി പറയുമ്പോൾ ചൈന ഫാക്ടർ പറയാം. ചൈനയുടെ ഡോമിനൻസ് ഇൻ ഡിപ്ലോമസി, അതായത് ചൈന ഫിസിക്കൽ ഹാർഡ്വെയർസിലൊക്കെ ചൈനയ്ക്ക് ഭയങ്കരമായിട്ട് ഡോമിനേഷൻ ഉണ്ട്. അപ്പോൾ ഇത് സപ്ലൈ ചെയ്ത ചൈനയാണ്. അതായത് ഇന്ത്യ ആഫ്രിക്കയുമായിട്ട് ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ ഏരിയാസിൽ ട്രേഡിംഗ് ഉള്ളത് ചൈനയുമായിട്ടാണ്. അപ്പോൾ ചൈനയാണ് കോമ്പറ്റീറ്റീവ്. ഇന്ത്യ ഒരുപാട് കാലങ്ങൾ പിറകിലാണ് ചൈന അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതൊരു പ്രശ്നമാണ്. അതേപോലെ ഡിജിറ്റൽ ഡിവൈഡ് പറയാം. ആഫ്രിക്കയിലും ഇന്ത്യയിലും ഡിജിറ്റൽ ഡിവൈഡ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അത് പറയാൻ പറ്റും. ഡേറ്റ പ്രൊട്ടക്ഷൻ ഇഷ്യൂസ് പറയാം. ആഫ്രിക്കയിലൊക്കെ എസ്പെഷ്യലി DPL, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, DPI ഏരിയാസിൽ കുറേ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് നേരിടുന്നുണ്ട്. അപ്പം അതൊക്കെ ഏകദേശം നമ്മുടെ ഈ കണക്ടിവിറ്റിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് പ്രശ്നമാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വേ ഫോർവേഡും പറയാം. ഡേറ്റ പ്രൊട്ടക്ഷൻ ഇഷ്യൂസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സൈബർ സെക്യൂരിറ്റി ഡൊമൈൻസ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൈബർ കോൺക്ലേവ്സ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് 1.5 ട്രാക്ക് ചാനലിൽ ഡിപ്ലോമസീസ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ 2+2 ഡയലോഗ്സ് കണ്ടക്ട് ചെയ്യുക എന്നൊക്കെ പറയാം.
ചൈന അല്ലെങ്കിൽ ചൈന മൈനസ് കൺസെൻസസ് 1 എന്നൊക്കെ പറയും. അത് ചൈന ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചൈന ഇന്ന് മുന്നിട്ട് നിൽക്കുന്ന പല ഏരിയാസിലും ചൈന ഇങ്ങനെയാണ് പറയാറുള്ളത്. IRL ഇങ്ങനെ ഒരു കോട്ട് കണ്ടിട്ട്, അതായത് ഇന്ത്യ ഓഫേഴ്സ് ചൈന ഡെലിവേഴ്സ്. ഇന്ത്യ ഓഫർ ചെയ്യും ഇങ്ങനെ ചെയ്യാമെന്ന്, ചൈന ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഓഫേഴ്സ് ചൈന ഡെലിവേഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പം അത് മാറ്റുക. കാരണം നമുക്ക് വേ ഫോർവേഡിൽ പറയാം ഇന്ത്യ ഓഫേഴ്സ് ചൈന ഡെലിവേഴ്സ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ത്യ ഓഫേഴ്സ് ആൻഡ് ഇന്ത്യ ഓൾസോ ഡെലിവേഴ്സ്. ഇന്ത്യ ഓഫർ ചെയ്യുക മാത്രമല്ല ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ കാണിക്കാം. അങ്ങനെ അതായത് നമ്മൾ വാഗ്ദാനം മാത്രം പോരാ, ചെയ്ത് കൊടുക്കുക കൂടെ വേണം എന്നുള്ള സാധനം പറയാം. ഡിജിറ്റൽ ഡിവൈഡ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിജിറ്റൽ കോൺക്ലേവ്സ് അല്ലെങ്കിൽ അവേർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം, ഡിജിറ്റൽ കോൺക്ലേവ്സ് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ അതേപോലെ ഡേറ്റ പ്രൊട്ടക്ഷൻ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സൈബർ സെക്യൂരിറ്റി നോംസ്, സൈബർ ഡൊമൈൻ അവയർനെസ് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കൊടുക്കാൻ വേണമെങ്കിൽ. പക്ഷേ സ്ഥലം എനിക്കറിയില്ല, കണ്ടിട്ട് മനസ്സിലായി സ്ഥലം വളരെ കമ്മിയാണ്, സ്ഥലം കുറവാണ്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സിൻ്റെ ഗ്യാപ്പും ഒക്കെ ഒന്ന് കുറച്ച് കൂടുതൽ സ്ഥലം അതിനി എഴുതി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതൊരു ആർട്ടാണ്. ഈ കുറച്ച് സ്പേസിൽ കുറച്ചുകൂടെ പോയിന്റ്സ് ഉൾക്കൊള്ളിക്കുന്നത് കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആയിട്ട് വേ ഫോർവേഡും ചലഞ്ചൊക്കെ എഴുതാൻ കഴിയുന്ന രീതിയിലേക്ക് വരും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അത് ഇപ്പം സ്പേസ് മാനേജ്മെൻറ്റാണ്. ടോപ്പോസ്കോപ്പിയൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ് സ്പേസ് മാനേജ് ചെയ്തിരിക്കുന്നത്. അതായത് കുറഞ്ഞ സ്പേസിൽ കൂടുതൽ കണ്ടന്റും പോയിന്റ്സ് എങ്ങനെ ഉൾക്കൊള്ളിക്കുന്ന ടോപ്പോസ്കോപ്പി എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അവർ ആർട്ട് പിടിയിട്ടു എഴുതി കഴിയും അവർ ആർട്ട് അല്ലെങ്കിൽ അവർ സ്കില്ല് കിട്ടും. അപ്പം ആ ഒരു ഏരിയ ഇവിടെ മിസ്സിംഗ് ആയിട്ട് തോന്നുള്ളൂ. വേ ഫോർ അത് നിർബന്ധമല്ല ഞാൻ പറഞ്ഞത്, ആവറേജ് മാർക്കിൽ നിന്ന് ആവറേജിലേക്ക് എത്താൻ അവർ വേ ഫോർവേഡും ചലഞ്ചൊക്കെ എഴുതിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുകൊണ്ട് നിർത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൻസർ ഹോളിസ്റ്റിക് ആയി മാറും. പക്ഷേ ഇത് ദിസ് ഹാവ് ആൻ അബവ് ആവറേജ് ആൻസർ, ഒരു സംശയമില്ല, നല്ലൊരു ആൻസറാണ്. ഫൈൻ, കീപ് റൈറ്റിംഗ്. താങ്ക് യു.